വിശപ്പിന്റെ തീവ്രത തന്റെ തൂലികയിലൂടെ അനുഭവവേദ്യമാക്കിയ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. ഒരു ബിരിയാണി കഥ. വന്നിരുന്നോ അല്ലല്ലല്ല, ഇങ്ങനെ പാട്ടും കൂത്തും മാത്രം മതിയോ? ബിരിയാണി വെക്കണില്ലേ? ഇത് നല്ല ചോദ്യം. ബിരിയാണി ഇല്ലാണ്ട് എന്ത് കല്യാണം? എന്നാ നോക്കി വെക്കം നോക്കി, ദാ നോക്കി, എല്ലാരും എത്തിയിരിക്കണല്ലോ. അവിടെ ഇരുന്നോളി, കുത്തിരുന്നോളി. ഞമ്മള് പോക്കർ, കല്യാണ പോക്കർ എവിടെയുണ്ടാ? അവിടെ കല്യാണം ഉണ്ട്. എവിടെ കല്യാണം ഉണ്ടോ അവിടെ പോക്കറുണ്ട്. മാളോരെ, ഇതാണ് കല്യാണം. ഈ നാട് ഇന്നോളം കണ്ടതിലെ വലിയ കല്യാണം. അല്ല, സുലൈമാൻ ഹാജിന്റെ മോടെ കല്യാണം വെറുതെയാ? ഈ നാട്ടില് ആദ്യം കപ്പല് കയറിയ ആളല്ലേ? ഇതാണ് ഞമ്മള് പറഞ്ഞ സുലൈമാൻ ഹാജി. കയ്യില് പൂത്ത പണമുണ്ട്. മൂപ്പര് വലിയ സംഭവമൊക്കെ ആണെങ്കിലും മൂപ്പരുടെ കൂടെ എപ്പോഴും മൂപ്പരുടെ വീടര് കദീശ കുട്ടിത്താത്ത ഉണ്ടാവും. ഓള് വലിയ തറവാട്ടിലെ പെണ്ണല്ലേ. അതിനെ കൊണ്ടല്ലേ ഇത്ര പേരുത്തൊരു കല്യാണത്തത്. ഏത് നിങ്ങക്ക് പൊടി കിട്ടിയാ? പൊടി കിട്ടും. കൊറേ നാളത്തേക്ക് ഞമ്മടെ നാട്ടാര് പറയണം കല്യാണം എന്നാ സുലൈമാൻ ഹാജിയുടെ മോടെ കല്യാണാന്ന്. അത് ഉറപ്പല്ലേ? ഇതൊരു ബിരിയാണി കല്യാണാണേ. അതെ, ബിരിയാണി കല്യാണം. തന്തൂരി വേണ്ടവർക്ക് തന്തൂരി, അൽഫാം വേണ്ടവർക്ക് അൽഫാം, കുഴിമന്തി വേണ്ടവർക്ക് കുഴിമന്തി ഒക്കെ ഉണ്ട് പോക്കറേ. ഇതേ ഒരു ബിരിയാണി കല്യാണാ. ബിരിയാണി കല്യാണം. അല്ല ഹാജിയാരെ, അപ്പഴീ ഒട്ടക ബിരിയാണി ഇല്ലേ? ഒട്ടക ബിരിയാണിയോ? അതേന്നേ, നമ്മുടെ ഹസൻ ഹാജിന്റെ മോന്റെ കല്യാണത്തിന് ഒട്ടക ബിരിയാണി ആയിരുന്നു. ഒരു 4 ഒട്ടകത്തെയാ ബിരിയാണി വെച്ചത്. ഒരു 4 എണ്ണത്തിനെ വെച്ച ഞമ്മള് 40 എണ്ണത്തിനെ വെക്കും. ഒട്ടകവും കൊട്ടകവും ഒന്നും ഞമ്മക്ക് വേണ്ടാന്നേ. ഈ കല്യാണത്തിന് ഞമ്മളൊരു സംഗതി കരുതി വെച്ചേക്കണ്. നല്ല ബസ്മതി ബിരിയാണി, ഹാജിയാരുടെ സ്പെഷ്യൽ ബസ്മതി ബിരിയാണി. ആലം ദുനിയാവിൽ പെരുമപ്പെട്ട ബിരിയാണി, കറ്റം തിന്നാലും കൊതി തീരാ ബിരിയാണി. ആലം ദുനിയാവിൽ പെരുമപ്പെട്ട ബിരിയാണി. പടച്ചോനെ, ബസ്മതി അരിന്റെ ബിരിയാണിയാ. അതിന്റെ മണം ഞമ്മടെ മൂക്കി കയറണല്ല. അല്ല ആചാരേ, ഈ ബസ്മതി ഒരു ബിരിയാണി വെക്കണ ആളൊക്കെ ഇന്നാട്ടിലുണ്ടാ? അതിനുള്ള ആളൊക്കെ അങ്ങ് അബുദാബിന്ന് വരും. ഷേക്കിന്റെ കൊട്ടാരത്തിലെ കുക്ക്. ദേ വന്നല്ലോ നിങ്ങളുടെ അബുദാബിക്കാരൻ കുക്ക്. عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز. എന്ത് റബ്ബേ, മൂപ്പരൊക്കെ എത്ര വലിയ വെപ്പുകാരനല്ലേ? അസ്സലാമു അലൈക്കും. ഹാജിയാരെ, ബസ്മതി അരിന്റെ ബിരിയാണി വെക്കണ കാര്യം നമ്മളേറ്റു. ബേഷവും പത്രാസും ഒക്കെ ഉള്ളൂലേ. നിങ്ങള് മലയാളിയാണല്ലേ. നിങ്ങൾ വന്നോളി, ബിരിയാണി ചെമ്പ് ഞമ്മള് കാട്ടിത്തരാം. കദീഷോ, ഈ കല്യാണ പെണ്ണ് പന്തലിലേക്ക് ഇറക്ക്. നേരമായിരിക്കണേ. ഇങ്ങള് ബേജാറാവാണ്ടിരിക്കി. ഓള് മൊഞ്ചത്തിയായി ഇപ്പൊ ഇങ്ങ എത്തൂലേ?
എന്റെ റബ്ബേ, ഇതെന്താ ജൂവലറിന്റെ പരസ്യോ? മുഴുവനും അങ്ങ് ഇട്ടിട്ടില്ല, ഇനി ഇരിക്കണു പെട്ടിയില്. ഓക്കെ എടുത്താ പൊങ്ങാത്തോണ്ട് ബാക്കി പെട്ടിയിൽ കൂട്ടി വെച്ചിരിക്കണ്. കല്യാണത്തിന് ബന്ധം ഒറ്റ ഒരാളും പെണ്ണിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കരുത്. അത് ഈ കതീശുവിന്റെ ഒരു ഭാഷയാ. ആചാരേ നോക്ക് ആചാരേ, സ്വർഗത്തിന്ന് ഒരു മൊഞ്ചത്തി ഇറങ്ങി വരണ്. മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുര പതിനേഴിൻ ലിംഗി മാറിയും നോളേ ലിംഗി മാറിയും നോളേ. പെണ്ണേ ഇതേതാണ് പെണ്ണേ? ഞമ്മളേ പണ്ടാരീന്റെ ഹെൽപ്പറാ. ഹെൽപ്പറോ? ഓടെ നടത്തം കണ്ടാല് തൊക്കിടി സാഹിബിന്റെ മോളാന്നാ വിസാരം. അതെ അതെ, ഓടെ ബിസാരം. ഓള് വലിയ രാജകുമാരിയാന്നാ. അന്നെ കണ്ട സ്വർഗത്തിന്ന് വന്ന മൊഞ്ചത്തിയാന്നേ പറയൂ. ഞമ്മള് പോണ്, നിങ്ങളല്ലേ ഓളെ നോക്കിക്കോളി. ഇജോടെ പടം പിടിക്കാണ്ട് കല്യാണ പെണ്ണിന്റെ പോട്ടം പിടിക്കിച്ചേക്കാം. ഇപ്പോഴാണ് ഞമ്മക്ക് ബിരിയാണി വെക്കാനൊരു ഉഷാറ് വന്നത്. ഞമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒന്നും ചെയ്യണ്ട, ഒരാളായി നമ്മുടെ കൂടെ എന്നാ മതി. പോക്കറേ, ഇതടങ്ങാറാവൂലോ. ആചാരേ ആയി തന്നെ ഞമ്മക്കും തോന്നണത്. ഹാജിയറെ, കല്യാണത്തിന് ബന്ധവരെ ഒന്നും കല്യാണ പെണ്ണിനെ നോക്കണില്ല. എല്ലാരും ആ ബെപ്പുകാരനെ നോക്കി ഇരിപ്പാ. ഓളെ ഇപ്പൊ പറഞ്ഞു വിടണ ഇവിടുന്ന്. അല്ല, ഓളെ പറഞ്ഞു വിട്ട ഹെൽപ്പർ ഇല്ലാതെ ഞമ്മളെങ്ങനെയാണ് ബിരിയാണി വെക്കണത്? നിങ്ങള് ബേജാറാവണ്ടെന്ന്. നിങ്ങൾക്ക് എത്ര ഹെൽപ്പർ വേണേലും ഈ ഞമ്മള് ശരിയാക്കി തരില്ലേ. അതാരാണപ്പാ ഇപ്പൊ അങ്ങനെ ഒരു ഹെൽപ്പർ? നല്ല ബംഗാളിയാ. ബംഗാളി ഒന്നും അല്ലാന്ന്, ഓനൊരു ബീഹാറിയാ. നല്ല ഒന്നാന്തര പണിക്കാരൻ. പോക്കറെ, അയിന് എനക്ക് ബീഹാറി ഒന്നും അറിയില്ലാന്നേ. നിങ്ങള് സമാധാനിക്ക്, ഓന് നല്ല മണി പോലെ മലയാളം അറിയാന്നേ. अरे हो भैया, अरे हो बबुआ, तनी पलट के तो देख, जैसे बदरा में बिजुरिया तोहरी लचकेला कमरिया, हमरा जियरा मचलेना, हमरा जियरा मचलेना तोहरी. ചേട്ടാ, ദേ വന്നല്ലോ ഞമ്മടെ ഹെൽപ്പർ. നിങ്ങള് സന്തോഷായിട്ട് ആ ചട്ടയും എടുത്ത് ഓന്റെ കയ്യിൽ കൊടു. ഓനും പഠിക്കട്ടെ എന്ന് ബസുമതി ബിരിയാണിന്റെ വെപ്പ്. ആ, കോക്രോച്ച്, 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 കോക്രോച്ച്. പാറ്റ കള്ള പഹയാ, ഞമ്മള് പേടിച്ചല്ല. ആ ഞമ്മള് ഇതാ വരണ്. ഒക്കത്തിന് ഞമ്മള് വേണമെന്ന് വെച്ചാ എന്താ ചെയ്യുക? ഇജ്ജ് ബീഹാറിൽ എവിടെയാ? ലാൽ ബഹിയ. അവിടെ എന്തായിരുന്നു പണി? കൽക്കരിപ്പണി. ഇതങ്ങട്ട് വെച്ചോ, എന്നിട്ട് ആ പച്ച പെട്ടിങ്ങ എടുത്താ. അല്ല, അനക്കൊരു ദിവസം എത്ര ഉറുപ്പ്യ കിട്ടും? 10 റുപ്യ കിട്ടും. 10 റുപ്യ. പടച്ചോനെ, 10 ഉറുപ്പ്യയോ? ഞമ്മടെ നാട്ടിലെ കുട്ടിയോള് മിഠായി തിന്നണ പൈസ പോലും ഇല്ലല്ലോ. സാബ്, ഈ പെട്ടി എവിടെയാ വെക്കേണ്ടത്? ഇജയും കൊണ്ടുവാ, എന്നിട്ട് ആ ബിരിയാണി ഇളക്കിക്കൊള്ളി. 10 ഉറുപ്പ്യ കൊണ്ട് നിങ്ങൾ എങ്ങനെയാ ജീവിക്കുക? ചേട്ടാ, 10 വർഷം മുമ്പ് 10 റുപ്യ, ഇപ്പോൾ അത് 50 റുപ്യ. എന്നാലും 50 ഉറുപ്പ്യ കൊണ്ടൊക്കെ എങ്ങനെയാ ജീവിക്കുക? ചേട്ടാ, ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയേ ഭക്ഷണം കഴിക്കലുള്ളൂ. ഈ ജപ്പറഞ്ഞത് ശരിയാ. ഇവിടെ ചിലവരൊക്കെ തിന്നാൻ വേണ്ടിയാണല്ലോ ജീവിക്കണത്. അല്ല, ഇത് ബസ്മതി അരിന്റെ ബിരിയാണി കഴിച്ചിക്കണ? എന്റെ അമ്മയ്ക്ക് എന്റെ അനിയത്തിയ വയറ്റിലുള്ള സമയത്ത് ബസുമതി അരിന്റെ ബിരിയാണി തിന്നാൻ ഒരു കൊതി തോന്നി. എന്റെ അച്ഛൻ 50 റുപ്യ കൊടുത്ത് ബസുമതി അരി വാങ്ങി ബിരിയാണി വെച്ച്. പക്ഷെ അമ്മ അത് തിന്നില്ല, എനിക്ക് തന്നു. അന്ന് എനിക്ക് 4 വയസ്സാ. ഞാൻ ആ ബിരിയാണി തിന്നണത് നിറഞ്ഞ കണ്ണുകളോട് നോക്കി നിൽക്കണ എന്റെ അമ്മേന്റെ മുഖം ഇപ്പോഴും ഈ മനസ്സിലുണ്ട്. ചേട്ടാ, എന്താന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും നല്ല വിശപ്പാ. വിശപ്പിന്റെ നിലവിളിയാ. दूल्हे का सेहरा सुहाना लगता है, दुल्हन का तो दिल दीवाना लगता है. दूल्हे का सेहरा सुहाना लगता है, दुल्हन का तो दिल दीवाना लगता है. पल भर
भैया मुझे एक पैकेट चाहिए। दे दो पैसा दे दो। पैसा पैसा नहीं है मेरे पास। पैसा नहीं तो ये पैकेट वापस दे दो। मुझे भूख लगता है। वापस दे दो मेरे पैकेट। मुझे भूख लगता है। मुझे भूख लगता है। खाना चाहिए मुझे। मुझे खाना चाहिए। भैया भैया इधर आइए। मुझे भूख लगता है। भैया मुझे खाना चाहिए। मुझे भूख लगता है भैया। बहन पैसा नहीं है मेरे पास। दुकानदार पैसा फिर दे दूंगा, अब खाना देना। जरूर पैसा दूंगा। पहला पैसा फिर खाना। चल हट। भैया मुझे भूख लगता है। भैया भैया मुझे भूख लगता है। मुझे खाना चाहिए भैया। मुझे खाना चाहिए। വിശപ്പിനെ ആർക്കും പിടിച്ചു വെക്കാനാവില്ല. ഭയ്യ എനിക്ക് വിശക്കണം ഭയ്യ എന്ന നിലവിളി ഇപ്പോഴും എന്റെ കാതിലുണ്ട്. भैया मुझे भूख लगता है भैया। മംഗളത്തിൻ ഇമ്പമുറ്റ പദവി ദിനമേ കുറി കുറിത്ത് മണ്ഡലത്തൊക്കെ പരക്കെ കഥകളറിവാൻ വിടை കൊടുത്ത് ഭംഗിതത്താൽ മുൽക്ക് നഗരം പിറകെ മകുട പതിചമൈത്ത് ഹുക്കു ചുറ്റും തിന്നോളി, എല്ലാരും തിന്നോളി, വയറ് നിറച്ച് തിന്നോളി. എന്താന്നറിയില്ല, നമ്മുടെ പള്ളക്കൊരു വേദന, വല്ലാത്തൊരു വേദന. എന്താന്നറിയില്ല, നമ്മുടെ പള്ളക്കുണ്ട് ചെറിയൊരു ഏനക്കേട്. അതെ, നിങ്ങൾ ഭാര്യ ബലിച്ചങ്ങ് തിന്നിട്ട ബിരിയാണിക്കൊരു കൊയ്പോയില്ല. നല്ല അസല് ബസുമതി ബിരിയാണി അവനോന്റെ പള്ള അറിഞ്ഞേ കഴിക്കാവൂ. അതാണ് ഏനക്കേട്. ചുറ്റും കല്യാണം കേമായി. നല്ല അസല് ബിരിയാണി കഴിച്ച ആളുകൾക്ക് കൊതി തീർന്നില്ലാന്നേ. ഞമ്മള് പെരുത്തുണ്ടാക്കി 2 ചെമ്പ് ബിരിയാണി പൊട്ടിക്കാതെ ബാക്കി. മിച്ചം വരുന്നല്ലേ കല്യാണത്തിന്റെ ഒരു ചേല്. ഇജ് ഒരു കുയി എടുത്ത് എന്റെ അത്രയും താഴ്ച വേണം, വലിയ കുയി. ചേട്ടാ പണി തീർന്നു. ഇജ് നോക്കി നിക്കാണ്ട് ബിരിയാണി എടുത്ത് കുയിലോട്ട് തട്ട്. ചേട്ടാ ഒന്ന് പിന്നെ കല്യാണം കഴിഞ്ഞ എല്ലാം പൊടിയും തട്ടിപ്പോകും. ഒരുത്തനുമില്ല ഒന്ന് സഹായിക്കാൻ. എടാ നോക്കി നിക്കാണ്ട് വന്ന് ചെമ്പില് പിടിക്കേ. തങ്കത്തിന്റെ വിലയിലെ നല്ല ബസുമതിയുടെ ബിരിയാണിയാ. ഇനി അതെല്ലാം ചവിട്ടി ലെവലാക്കി മൂടിക്കും. ഭക്ഷണം ചവിട്ടി സാബ് ഈ നോക്കി നിക്കാണ്ട് ചവിട്ടി ലെവലാക്കി മൂടടാ. ഇനി അതെല്ലാം മണ്ണിട്ട് മൂടടാ. നിക്ക് 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 നിക്ക്, ഒരു സെൽഫി എടുക്കട്ടെ, വാട്സപ്പിൽ ഇടാനാ. ഇങ്ങോട്ട് ചേർന്നേക്ക്. ആ കൈക്കോട്ടങ്ങ് പൊന്തിച്ച പിടിക്കേ. അല്ലടോ, അനക്കൊരു അനിസത്തിണ്ട് എന്ന് പറഞ്ഞില്ലേ, ഓടെ പേരെന്താ? ബസുമതി. ബസുമതിയാ, നല്ല ഉഷാര പേര്. ഓടെ നിക്കാ കഴിഞ്ഞ? ഇല്ല. അല്ലാ, നിക്കാവും കഴിഞ്ഞില്ല. പഠിക്കാണ് അവള്? അല്ല. പിന്നെ മർഗയാ, മരിച്ചു. മരിച്ച
എങ്ങനെ? വിശന്നിട്ട് പഠിച്ചോനെ, വിശന്നിട്ട് മനുഷ്യന്മാര് മരിക്കേ? അതെ, എന്റെ ബസ്മതി മരിച്ചത് വിശന്നിട്ട്. ഒരു പിടി വത്തിന് ഒരു ജീവന്റെ വിലയുണ്ടെന്ന് ഞമ്മള് മനസ്സിലാക്കിയില്ലല്ലോ. പഠിച്ചോനെ, ഞമ്മള് കുഴിച്ചുകൂടി ഈ അന്നം എത്ര ജീവിതങ്ങളാ. ഗതീശോ, പേരും പെരുമയും കിട്ടാൻ ഞമ്മള് കാട്ടിക്കൂട്ടിയത് വലിയ തെറ്റായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണത്? ചുറ്റിലും വിശന്ന് കരയണ വയറുകളെ ഞമ്മൾ കാണാതെ പോയത് തിരുത്തണം കതീശോ. ഞമ്മക്ക് നമ്മുടെ തെറ്റ് തിരുത്തണം. ഇത് ചെമ്പില് വെള്ളം വെക്ക്. ഞമ്മക്ക് ഇനിയും ബിരിയാണി വെക്കണം. ഇനിയും ബിരിയാണി വെക്കി? നിങ്ങൾ എന്താണ് ഈ പറയണേ? അതെ, ബിരിയാണി വെക്കണം. അത് ഞമ്മക്ക് ഗമ കാട്ടാനല്ല, മൂക്കറ്റൻ തിന്നുന്നോർക്കുമല്ല, വിശന്ന് വലഞ്ഞ് നടക്കണ പട്ടിണി പാവങ്ങക്ക. പഠിച്ചോനെ, ഞമ്മടെ തെറ്റ് പൊറുക്കണേ. വരി മക്കളെ, എല്ലാരും വരീൻ. പള്ള പൈക്കുന്നവരെല്ലാം വരി. എല്ലാരും പേരി വന്ന് പള്ള നിറച്ച് കഴിച്ചോളി, മതിയാവോളം കഴിച്ചോളി. ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം, ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളക്കിര തേടി വാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ. വിശപ്പിന് മതമില്ല, രാഷ്ട്രീയമില്ല. അതിന് വേദനയുടെ ഒരേ ഒരു ഭാഷ മാത്രമേയുള്ളൂ. കണ്ണീരും വിശപ്പും ഒരുപോലെയാണ്. അതനുഭവിക്കുന്നവനെ അതിന്റെ ആഴമറിയും. വിശക്കുന്ന വയറുകൾക്ക് മുന്നിൽ തത്വശാസ്ത്രങ്ങൾക്കും പ്രസംഗങ്ങൾക്കും സ്ഥാനമില്ല. അവിടെ വേണ്ടത് ഒരുരുള ആഹാരമാണ്.